തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചന ധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെറ്റുകളിലും പരാജയങ്ങളിലും ദൈവത്തിൻ്റെ വലിയ ഒരു വഴികാട്ടലുണ്ട്. ജീവിതത്തിൽ എല്ലാവരും കടന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് പരാജയങ്ങളും തെറ്റുകളും. അതൊരിക്കലും അവസാനമല്ല, മറിച്ച് വിശ്വാസ വളർച്ചയുടെ തുടക്കമാണ്. തകർന്ന മനസ്സിനെ ദൈവം ഉപേക്ഷിക്കില്ല എന്നാണ് ദൈവവചന വാഗ്ദാനം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഒന്ന്, ഫെയിലുവർ ഈസ് നോട്ട് ഫൈനൽ ബട്ട് ഫോർമേഷണൽ. തെറ്റും പരാജയവും ഒരു അവസാനമല്ല, അത് ദൈവത്തിൻ്റെ രൂപീകരണ ശില്പശാലയാണ്. ബൈബിളിലെ മഹത്തായ നേതാക്കളെല്ലാവരും പരാജയം കാണുകയും അതിലൂടെ രൂപാന്തരപ്പെടുകയും ചെയ്തവരാണ്. മോശ തൻ്റെ ദൗത്യം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അത്യന്തം പരാജയ അനുഭവം അദ്ദേഹത്തെ വിജയഗുണത്തിലേക്ക് നയിച്ചു. പത്രോസ് യേശുവിനെ 3 തവണ നിഷേധിച്ചതിലൂടെ തകർന്നെങ്കിലും ദൈവം അവനെ സഭയുടെ ശിലയായി ഉയർത്തി. ദാവീദ് പാപത്തിലും പരാജയത്തിലും വീണെങ്കിലും ദൈവഹൃദയത്തിനൊത്തവൻ ആയി അവൻ മാറി. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. കാരോൾ ഡ്വെക്കിൻ്റെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ ഇപ്രകാരം പറയുന്നു: പരാജയം ഒരു മൂല്യനിർണയം അല്ല, മറിച്ച് വളർച്ചയ്ക്കുള്ള അവസരമാണ്. തെറ്റുകൾ പഠനത്തിന് ആവശ്യമാണ്. ട്രയൽ ആൻഡ് ഇറർ മനുഷ്യ വളർച്ചയുടെ ഭാഗമാണല്ലോ. ദൈവം നമ്മെ തകർക്കുന്നത് നമ്മെ നിർമ്മിക്കുവാൻ വേണ്ടി കൂടിയാണ്. അത് നമ്മെ വിനയം, ആത്മവിശ്വാസം, ആശ്രയം എന്നിവ പഠിപ്പിക്കുന്നു. 2, ഫെയിലുവർ ബിൽഡ്സ് സ്പിരിച്വൽ ഡെപ്ത്. തെറ്റുകളും പരാജയങ്ങളും നമ്മുടെ ആത്മീയ വളർച്ചയുടെ പടവുകളാണ്. 2 കൊരിന്ത്യർ 12:9. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തെളിഞ്ഞു വരുന്നു. പൗലോസ്ലീഹ തൻ്റെ ശരീരത്തിലുള്ള മുള്ളു കാരണം പലപ്പോഴും തളർന്നെങ്കിലും അതുതന്നെയാണ് അദ്ദേഹത്തെ ദൈവത്തിൻ്റെ കൃപയിൽ കൂടുതൽ ആശ്രയിക്കുവാൻ പ്രേരിപ്പിച്ചത്. റെസിലിയൻസ്, പ്രതിവീര്യം എന്നത് പരാജയത്തിലൂടെ ഉയരുന്ന മനസ്സിൻ്റെ ആരോഗ്യത്തിൻ്റെയും ശക്തിയുടെയും അടിസ്ഥാനമാണ്. വിക്ടോർ ഫ്രാങ്ക്ലിൻ ഇപ്രകാരം പറയുന്നു: മീനിങ് ഗീവ്സ് സ്ട്രെങ്ത് ഈവൻ ഇൻ സഫറിങ്. ദുഃഖത്തിനുള്ള അർത്ഥം മനുഷ്യനെ മികവുറ്റവനാക്കുന്നു. ജോസഫിനെ സഹോദരന്മാർ വിറ്റു, ജയിലിലടച്ചു, പൊട്ടക്കിണറിൽ വീണു. എന്നാൽ പരാജയം ഒരു പടിയായി അവനെ ഉയർത്തി. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങൾ തിന്മയായി വിചാരിച്ചതിനെ ദൈവം നന്മയായി മാറ്റി. 3, തോൽവിയും പരാജയവും ദൈവത്തിൻ്റെ പുതിയ ദിശയിലേക്കുള്ള വിളിയാണ്. ഫെയിലുവർ റീഡയറക്ട്സ് us ടുവേർഡ്സ് ഗോഡ്സ് പർപ്പസ്. പൗലോസ്ലീഹ ഏഷ്യയിൽ പ്രസംഗിക്കുവാൻ ശ്രമിച്ചെങ്കിലും വാതിലുകൾ അടഞ്ഞു. ദൈവം യൂറോപ്പിലേക്കുള്ള പുതിയ വിശാലമായ ദിശ നൽകി. എല്ലാ അടഞ്ഞ വാതിലുകളും ഒരു നഷ്ടമല്ല. ചിലപ്പോൾ അത് ദൈവം നമ്മെ ശരിയായ വഴിയിലേക്ക് നയിക്കുവാനുള്ള പദ്ധതിയാണ്. പരാജയ അനുഭവങ്ങൾ സ്വയം മനസ്സിലാക്കുവാനുള്ള വാതിലുകൾ കൂടിയാണ്. യിരെമ്യാ പ്രവാചകൻ 29:11 പറയുന്നു: നിങ്ങൾക്കായി ഞാൻ ചിന്തിക്കുന്ന ആലോചനകൾ നന്മയുടെയും സമാധാനത്തിൻ്റെയും ആലോചനകൾ തന്നെയാണ്. ദൈവത്തിൻ്റെ പദ്ധതി ചിലപ്പോൾ നമ്മെ പരാജയത്തിലൂടെ പുത്തൻ ഉയരത്തിലേക്ക് നയിക്കുന്നതാണ്. പരാജയം ശത്രുവല്ല, അതൊരു ആത്മീയ ഉപാധിയാണ്. അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് ദൈവം ഒരു പുത്തൻ തുടക്കം സൃഷ്ടിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.